ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ആരംഭിച്ചതായ ഒരു വിശ്വാസിയുടെ കടമ എന്നതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് നമുക്ക് നോക്കാം. പത്രോസ്ലീഹ എന്താണ് പറയുന്നത്, അതായത് സംസാരത്തിൽ എങ്ങനെ മനുഷ്യൻ സൂക്ഷിക്കണം എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള ഭാഗത്ത് പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ ആദരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. നാം ആദ്യമായി കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ നാവിനെയാണ്, പിന്നെ അതരത്തെയും ആണ്. നമുക്ക് ഉള്ള മറ്റൊരു പ്രശ്നം എന്നത് നാം എല്ലാറ്റിനും പ്രതികരിക്കുന്നവരാണ്. പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 3-ന്റെ 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഇവിടെ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഉടൻ പ്രതികരിക്കുക, ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ഉടനെ പ്രതികരിക്കുക. അതുപോലെ മക്കള് മാതാപിതാക്കൾ പറയുന്നതിനെ അനുസരിക്കാതിരിക്കുക, അതിനെ പറഞ്ഞതിൽ കുറ്റം കണ്ടുപിടിക്കുക, അവരെ കളിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ അവിടെ ക്വാളിറ്റിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇതുകൊണ്ടൊക്കെയും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ പോകുന്നു എന്നതാണ്. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃക ആയിരിക്കണം. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് നാടിനും സഭയ്ക്കും അയൽവക്കംകാർക്കും ഒക്കെ ഒരു മാതൃക ആയി കഴിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട അവസരം കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നവർക്ക് മാത്രമേ സമാധാനപരമായ ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമസ്കാരത്തിന് മുമ്പ് മനസ്സിനെ സ്ഥിരപ്പെടുത്തണം. ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13-14 ഭാഗത്തിൽ പ്രകാരം പറയുന്നു, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിന്റെ മനസ്സിൽ 51-ാം സങ്കീർത്തനം ഉരുവിടുക. പ്രാർത്ഥന 3 തരത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം. വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, സമൂഹ പ്രാർത്ഥന. നമുക്ക് നല്ല പിതാക്കന്മാർ ഉണ്ടായിരുന്നതിനാൽ നാം പ്രാർത്ഥിക്കാൻ പഠിച്ചു. എന്നാൽ വരും തലമുറയെ നാം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതായ സമയം കഴിഞ്ഞിരിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. ഇവിടെ ദാനിയേൽ തന്നെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചതായി കാണുന്നു. അതുപോലെ ഗബ്രിയേൽ മാലാഖയുടെ മുമ്പിൽ കന്യകമറിയാം തന്നെത്താൻ താഴ്ത്തി, ഇതാ നിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. 33 വർഷങ്ങൾക്ക് ശേഷം യേശു ഗത്സമന തോട്ടത്തിൽ വെച്ച് തന്നെത്താൻ താഴ്ത്തി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൽ സമർപ്പിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതുപോലെ നാം മാതൃകയായിരിക്കണം. നമ്മുടെ മക്കൾക്ക്, മറ്റ് കുടുംബാംഗങ്ങൾക്ക്, നാട്ടുകാർക്ക്, സഭയ്ക്ക് ഒക്കെയും നമ്മളൊരു മാതൃകയായിത്തീരണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട്, അത് നമ്മൾക്ക് അനുഗ്രഹമായി തീരും എന്ന് മറന്നു പോകാതെ മനസ്സ് സംഹരിക്കണമേ എന്ന് മാത്രം
ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സർവാധിപതിയും സർവശക്തനുമായ ദൈവമായ കർത്താവേ, നിന്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് ഉത്തരം അരുളണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. മാനുഷിക കുറവുകളെന്ന് കരുതി ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താഴ്മയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ നിന്റെ തൃപ്പാദത്തെ സമർപ്പിക്കുന്ന കർത്താവെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ തൃപ്പാദത്തെ സമർപ്പിക്കുന്നു, അവരെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കൾ അറിയാത്ത ഒരു രഹസ്യവും അവർക്ക് ഉണ്ടാകരുത്. ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും അവരെ ദൂരെ നിർത്തണമേ. പഠിക്കുവാനുള്ള ബുദ്ധി അവർക്ക് നൽകണമേ. ലക്ഷ്യത്തിൽ എത്തി നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ അവർക്ക് സംഗതിയാകണമേ. ഞങ്ങളുടെ ദൂരെയും ചാരയുമായിരിക്കുന്ന എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ, അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും അപകട മരണത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും പാവഹേതുക്കളിൽ നിന്നും രക്ഷിക്കണമേ. രോഗമായി ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്നവരെ നിന്റെ ഭാഗത്തിൽ ഏൽപ്പിക്കുന്നു, അവർക്ക് സുഖം നൽകണമേ. ജോലിയില്ലാത്തവരെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. വിവാഹപ്രായമായവരെ സമർപ്പിക്കുന്നു, തക്ക തുണിയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരാധിക്കത്താൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു, അവരോട് കരുണ തോന്നണമേ. വിധവകളെയും അനാഥരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങളും കൃപകൾക്കുമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളെ കൈവടിയരുതേ. ഞങ്ങളുടെ അഭിഷിക്തന്മാരെ സമർപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഇടവക വികാരിയെയും സഹവികാരിയെയും സമർപ്പിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നല്ല ഒരു ആത്മീയ പിതാക്കന്മാരായി ഞങ്ങളെ നയിക്കുവാൻ സംഗതിയാക്കണമേ. ഞങ്ങളുടെ സഭയിലെ പ്രശ്നങ്ങളെ അകറ്റിയ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന അനന്യാവേ, ആശിര്യാവേ, മീശായേൽ, ദാനിയേൽ എന്നീ പൈതങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ. ഇതേവരെ എന്നെ ശ്രവിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടുപാടി നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.